വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ഷേക്സ്പിയർ സ്റ്റഡീസിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് നമ്മൾ നോക്കുന്നത്. യൂണിറ്റ് 1 നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് റിനൈസൻസ് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ, അതായത് ഇംഗ്ലണ്ടിൽ റിനൈസൻസ് വന്ന സമയത്ത് എന്തെല്ലാം മാറ്റമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് കുറച്ചും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം എക്സാമിന് കൂടുതൽ പോയിൻറ്റ്സ് ആക്കി നിങ്ങൾ യൂസ് ചെയ്യും. സോ ഇവിടെ ആദ്യം പറയുന്നത് റിനൈസൻസ് കോണ്ടെക്സ്റ്റ് ആണ്. സോ ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് റിനൈസൻസ്, ഏത് സമയത്താണ് അത് ഇംഗ്ലണ്ടിലേക്ക് അതിൻ്റെ സ്വാധീനമുണ്ടായത്, അതുപോലെ എന്തെല്ലാം മാറ്റമാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ കൾച്ചറൽ മൂവ്മെൻറ്റ് ദാറ്റ് റിവൈവ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലേണിംഗ് ആൻഡ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. അതായത് ഒരു കൾച്ചറൽ മൂവ്മെൻ്റാണ്. അതായത് ഒരു 16th സെഞ്ച്വറിയുടെ അവസാനത്തിലാണ് ഇംഗ്ലണ്ടിൽ ഇതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതലായിട്ടും ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ചും കൂടി ഒരു ഇരുണ്ട കാലഘട്ടം എന്നാണ് പറയുക. അതായത് കുറച്ച് സാമൂഹികമായ മനുഷ്യരുടെ മാനസികമായ കാര്യങ്ങൾക്കൊന്നും പരിഗണന ഇല്ലാത്ത, കുറച്ചും കൂടി ഒരു റിലീജിയസ് അതോറിറ്റി ഉള്ള, ഒരു ഗോഡ് സുപ്രീമസി കൂടുതലുള്ള ഒരു സമയം. അതൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം പോകെ ഉണ്ടാവുമല്ലോ, കാലം മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ആ മാറ്റമാണ് നമ്മൾ റിനൈസൻസിലൂടെ കാണുന്നത്. അപ്പോൾ ഇവിടെ റിനൈസൻസ് തിങ്കേഴ്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ഡിവൈൻ, അത് മനുഷ്യനും അതുപോലെ ഡിവൈൻ ദൈവികമായ കാര്യങ്ങളും തമ്മിലുള്ള കുറച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. എന്താണ് ബന്ധം, എന്താണ് അതിലേക്ക്, എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്താഗതികൾ റിനൈസൻസ് തിങ്കേഴ്സ് കൂടുതലായിട്ടും അങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവരെല്ലാം ഈ റിനൈസൻസ് തിങ്കേഴ്സ് കൂടുതലായിട്ടും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ടുക്ക് ഇൻസ്പിറേഷൻ ഫ്രം ലിറ്ററേച്ചർ, ഫിലോസഫി, ദാറ്റ് ഓഫ് ആൻഷ്യൻ്റ് ഗ്രീസ് ആൻഡ് റോം. അതായത് ഇവർ കൂടുതലായിട്ടും ആൻഷ്യൻ്റ് ഗ്രീസ് ആൻഡ് റോം ലിറ്ററേച്ചറിൽ നിന്നും ഫിലോസഫിയിൽ നിന്നും ആർട്ടിൽ നിന്നൊക്കെ സ്വാധീനം ഉൾക്കൊണ്ട് കുറച്ച് കൂടുതൽ അവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണ്. നമുക്കറിയാം റിനൈസൻസ് ഇംഗ്ലണ്ടിലേക്ക് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അതായത് ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിലാണ് അതിന് കുറച്ച് കൂടുതലായിട്ട് പ്രാധാന്യം വന്നു തുടങ്ങിയത്. അതായത് ക്വീൻ എലിസബത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന സമയം. അപ്പോൾ നമ്മൾ ലിറ്ററേച്ചറിൽ ആ ഒരു കാലഘട്ടത്തിന് നമ്മൾ പറയുന്നത് എലിസബത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഷേക്സ്പിയറിൻ്റെ ഏജ് എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ റിനൈസൻസ് പീരീഡ്. അങ്ങനെ 3 രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ആ ഒരു സമയത്തെ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് റിനൈസൻസ് കുറച്ച് കൂടുതലായിട്ടും നല്ല രീതിയിൽ അതിൻ്റെ പ്രാധാന്യം വന്നു തുടങ്ങിയത്. സോ ഇവിടെ ഈ ഒരു പ്രാധാന്യം ലിറ്ററേച്ചറിലുണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് ദിസ് ഗൈ റൈറ്റേഴ്സ് ന്യൂ ഫ്രീഡം ടു എക്സ്പ്ലോർ ദി ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൂടുതലായിട്ടും മാനുഷികമായ അനുഭവങ്ങൾ, മനുഷ്യൻ്റെ എക്സ്പീരിയൻസുകളും അതുപോലെ ഹ്യൂമൻ ഇമോഷൻസിനും ഒക്കെ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയതും മനസ്സിലാക്കാൻ തുടങ്ങിയതും ഒക്കെ ഈ ഒരു സമയത്തായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന പോയിന്റ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആൻഡ് റൈസ് ഓഫ് ക്യാപിറ്റലിസം. നമുക്കറിയാലോ കുറേ മുന്നേ നൂറ്റാണ്ടുകളായിട്ട് ഒരു ട്രഡീഷണൽ ഫ്യൂഡൽ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അതായത് കൂടുതൽ കുറേ ഭൂമിയൊക്കെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ആ സിസ്റ്റം പതുക്കെ ഇങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോൾ കൂടുതൽ ഭൂമിയൊക്കെ എന്ത് ചെയ്തു, കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ബാക്കി ഉള്ള ആൾക്കാർക്കൊക്കെ വീതിച്ച് നൽകാൻ തുടങ്ങി, പാട്ടത്തിന് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു മാറ്റം ഒരു പുതിയ ഒരു മിഡിൽ ക്ലാസ് മെർച്ചൻസ്, ലോയേഴ്സ്, സിവിൽ സെർവൻസ് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മധ്യവർഗം അവിടെ ഉണ്ടാവാൻ കാരണമായി. അതായത് മുന്നേ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഭൂമി മൊത്തം അവരുടേതാക്കി വെച്ചിട്ട് അവിടെ പണിയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, ഭൂമിയുള്ള ആൾക്കാർ കുറച്ചും കൂടി പൈസ ഉള്ള ആൾക്കാർക്ക് തന്നെ ഇത് കൊടുക്കുക, പാട്ടത്തിന് കൊടുക്കുക. അപ്പോൾ അവരുണ്ടെങ്കിൽ സ്വന്തമായി കൃഷി ചെയ്ത് അവർക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി, അവർക്ക് തന്നെ അതിൻ്റെ മൊത്തം വിഹിതം വരുന്നത്. മുന്നേ അങ്ങനെയല്ല, കൃഷി ചെയ്തിട്ട് അവിടെ പ്രഭുക്കന്മാർക്ക് കൊടുക്കണ്ടേ, അതിന് ഒരു കൂലി മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമ്പ്രദായം മാറ്റിയിട്ട് ഇങ്ങനെ മാറിക്കഴിഞ്ഞ സമയത്ത് ഇവിടെ ഒരു മിഡിൽ ക്ലാസ് മെർച്ചൻസും ലോയേഴ്സും സിവിൽ സർവൻസും അങ്ങനെ ഒരു വിഭാഗം ആളുകൾ തമ്മിലൊരു മധ്യവർഗം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇതൊരു വലിയ സാമൂഹികമായ മാറ്റമായിരുന്നു. അപ്പോൾ ഇവിടെ പഴയ ഒരു ഹിറാക്കി ഉണ്ടായിരുന്നല്ലോ, അതായത് ഒരു ഏറ്റവും മുകളിലൊരു വിഭാഗം, പിന്നെ താഴെ വിഭാഗം, അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ സമൂഹത്തിൽ. എന്നും എക്കാലത്തും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് അവർക്ക് താല്പര്യം. കാരണം എന്നും അവർ മേലെ താഴെയുള്ള ആൾക്കാർ എന്നും പണിക്കാരായി മാറുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, ഒരു ഹീറാർക്കി ഉണ്ടായിരുന്നല്ലോ. അതിനെ വെല്ലുവിളിച്ചവർ, അതായത് നമുക്ക് സമൂഹം കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റമാണ് ഇവിടെ വരുന്നത്. ഇത് ഷേക്സ്പിയർ ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിൽ, ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ വലിയ മാറ്റം തന്നെയാണ് കൊണ്ടുവന്നത്.
സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഷേക്സ്പിയേഴ്സ് ഇംഗ്ലണ്ടിൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു, ഒരു പുതിയൊരു പരിവർത്തനത്തിൻ്റെ കാലമായിരുന്നു. വിത്ത് എ മിക്സ് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ അംബീഷൻ ആൻഡ് ചേഞ്ച്. അതായത് പുതിയതും പഴയതുമായിട്ടല്ല, ഒരുപാട് സാമൂഹിക ഘടനകൾ കൂടിച്ചേർന്നിട്ട് ഒരു പ്രത്യേകമായ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയും. അങ്ങനെ ഒരു മാറ്റമാണ് ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മളത് മനസ്സിലാക്കേണ്ടത്, മുന്നേ ഉണ്ടായിരുന്ന ഫ്യൂഡൽ സമ്പ്രദായം തകർന്നിട്ട് പുതിയൊരു മധ്യവിഭാഗം, വേറൊരു രീതിയിലേക്ക് സമൂഹം മാറി. അത് ലിറ്ററേച്ചറിലും അതുപോലെ സാമൂഹികമായ ഘടനയിലും ഒക്കെ മാറ്റം കൊണ്ടുവന്നു. അത് മാത്രമല്ല, ഷേക്സ്പിയർ ജീവിച്ചിരുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു ഇത്. പഴയതും പുതിയതും മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥയിലായിരുന്നു അവരുടെ കാര്യങ്ങൾ പോയത്. പിന്നെ ഓരോ കാലത്തിനനുസരിച്ച് വീണ്ടും മാറ്റങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹ്യൂമാനിസം ആൻഡ് എലിസബത്തൻ കൾച്ചർ. എന്താണ് ഹ്യൂമാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഹ്യൂമാനിസം വാസ് എ കീ ബിലീഫ് ഓഫ് ദ റെനൈസൻസ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ഇപ്പോൾ മതപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അമാനുഷികമായ കാര്യങ്ങൾക്കൊന്നും വല്ലാണ്ട് പ്രാധാന്യം കൊടുക്കാതെ മാനുഷിക പരിഗണനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അപ്പോൾ മുന്നേയൊക്കെ അങ്ങനെയല്ലല്ലോ, കൂടുതലും ഇങ്ങനെ മാനസികമായ കാര്യങ്ങൾക്കും മതപരമായ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു പുരോഗതി ഇല്ലാത്തൊരു കാലമായിരുന്നു ഈ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ഈ ഒരു സമയത്താണ് ഹ്യൂമാനിസം വരുന്നത്. അതായത് എപ്പോഴും മനുഷ്യന് പ്രാധാന്യം വേണം, മനുഷ്യൻ്റെ ചിന്താഗതികൾക്കും ആശയങ്ങൾക്കും അവരുടെ വളർച്ചയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊരു ആശയമാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ചിന്താഗതി വന്നപ്പോഴുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, educated men and women studied classical languages and texts, which created a culture rich in literature and intellectual debates. അതായത് കുറച്ചുകൂടി വിദ്യാസമ്പന്നരായിട്ടുള്ള, അതായത് അറിവ് നേടിയിട്ടുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളൊക്കെ കൂടുതലും ക്ലാസിക്കൽ ലാംഗ്വേജസും ടെക്സ്റ്റുകളും ഒക്കെ വായിച്ച് മനസ്സിലാക്കി വീണ്ടും വീണ്ടും അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനും അത് സമൂഹത്തിന് പ്രയോജനത്തിൽ പെടുന്ന രീതിയിൽ അതിനെ മാറ്റുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിലും സാഹിത്യത്തിലും എല്ലാ രീതിയിലും ഒരു പുരോഗതി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷേക്സ്പിയറിൻ്റെ പ്ലേസിലൊക്കെ എല്ലാ ക്യാരക്ടേഴ്സിലും നമുക്ക് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഇമോഷൻസ്, അതായത് ഫിയർ, അംബീഷൻ, ഗിൽറ്റ്, ഇങ്ങനെ മനുഷ്യനിക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് അല്ലേ അതൊക്കെ കൂടുതലായിട്ടും വരാൻ കാരണം ഇതിൻ്റെ സ്വാധീനമാണ് എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹ്യൂമാനിസം എങ്ങനെയാണ് വില്യം ഷേക്സ്പിയറിൻ്റെ വർക്കുകളെ സ്വാധീനിക്കുന്നത്. ഹ്യൂമാനിസം എന്താണ് നമ്മൾ പറഞ്ഞു, മാനുഷിക പരിഗണന കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ വർക്കിൽ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? അതായത് മുന്നേയുള്ള വർക്കുകളിലൊക്കെ നമ്മൾ കൂടുതലും മതപരമായ കാര്യങ്ങളും അങ്ങനെയല്ല, അതുമായി ബന്ധപ്പെട്ടതല്ലേ പറയുന്നത്. മനുഷ്യനിക്ക് പ്രാധാന്യമില്ലാത്ത രീതിയിലുള്ള സാഹിത്യകൃതികൾ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് മാനുഷിക പരിഗണനകൾ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ ഹ്യൂമാനിസം എന്ന് പറയുന്ന ചിന്താഗതി വന്നു കഴിഞ്ഞപ്പോൾ വില്യം ഷേക്സ്പിയർ എഴുതുന്ന പ്ലേസിലും അതിൻ്റെ സ്വാധീനം ഉണ്ടായി. അതുകൊണ്ടാണ് വില്യം ഷേക്സ്പിയറിനെ മിക്ക പ്ലേസിലും നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ സാധാരണ മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ടില്ല, അല്ലെങ്കിൽ മനുഷ്യർക്കുള്ള സാധാരണ ഇമോഷൻസ്, ഫിയർ, അംബീഷൻ, ഗിൽറ്റ്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് ഹ്യൂമാനിസം അദ്ദേഹത്തിൻ്റെ വർക്കിന് കൊടുത്തിട്ടുള്ള സ്വാധീനമാണ്, അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറയുന്ന ആശയം അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതിന് എക്സാമ്പിളാണ് അദ്ദേഹത്തിൻ്റെ മാഗ്നത്തിലും അതുപോലെ കിങ് ലിയറിലും ഒക്കെ. അതൊക്കെ പ്രഭുക്കന്മാരുടെ കഥകളാണ്, രാജാക്കന്മാരുടെ കഥകളാണ്, പക്ഷെ അവർ മനുഷ്യരാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള അവതരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കിൽ. ഇപ്പോൾ കിങ് ലിയർ ആണെങ്കിൽ ഒരു രാജാവിന് 3 കുട്ടികളുണ്ടായിരുന്നു, 3 പെൺമക്കൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു കിങ്ഡം ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ മക്കളോടും ഏറ്റവും ഇഷ്ടം എന്നോട് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഓരോ മക്കളും എത്ര ഇഷ്ടമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ കുട്ടി മാത്രം അച്ഛനോടുള്ള സ്നേഹം എനിക്കങ്ങനെ ഒരു വാക്കിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ സംഭവങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കുട്ടിയെ ഒഴിവാക്കുകയും പിന്നീട് ബാക്കിയുള്ള മക്കളെ വിശ്വസിച്ച് അവരുടെ കൂടെ പോകുന്ന സമയത്ത് അവർ പിന്നീട് ഇദ്ദേഹത്തിനോട് കാണിക്കുന്ന അനീതിയും ഏറ്റവും അവസാനം അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നതും ഒക്കെയുള്ള അതൊക്കെ മനുഷ്യരും അതൊരു രാജകീയമായ പദവിയിൽ നിൽക്കുന്ന ആളുടെ കുറിച്ചുള്ള കഥയാണെങ്കിലും മാനുഷികമായിട്ടുള്ള സങ്കടങ്ങളും ടെൻഷനും ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആ വർക്കിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ, എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.
ദെൻ അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് വില്യം ഷേക്സ്പിയറിന് ഇതിനെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് വർക്കിലാണെന്ന് എക്സാമ്പിൾ എഴുതുമ്പോൾ മാക്ബത്തും കിങ് ലിയറും നിങ്ങൾ എടുത്ത് പറയും. അതുപോലെ ഹാംലെറ്റിലുണ്ട്. ദെൻ ഷേക്സ്പിയർസ് എംപതി ഫോർ ക്യാരക്ടേഴ്സ് ഫ്രം ഓൾ സോഷ്യൽ റാങ്ക്സ് റിഫ്ലെക്ട്സ് ഹ്യൂമാനിസ്റ്റിക് വാല്യൂസ്. പിന്നെ ഈ സമയത്ത് ഉണ്ടായിട്ടുള്ള ക്വീൻ എലിസബത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു റിലീജിയസ് ടെൻഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ മതപരമായ സംഘർഷം എന്തായിരുന്നു. അതായത് ക്വീൻ എലിസബത്ത് ആംഗ്ലിക്കൻ സഭയെ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഔദ്യോഗിക മതമായിട്ട് കണ്ടിരുന്നു. അങ്ങനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകൾ അതിൻ്റെ സേവനങ്ങളിൽ മാത്രം പങ്കെടുക്കുക, അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിക്കാത്ത കാത്തോലിക്സിനെ എപ്പോഴും അവർ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പരസ്യമായ കാത്തോലിക്സ് ആരാധന നിരോധിക്കുകയും ചെയ്തു. പക്ഷെ എന്നാലും ആ സമയത്ത് പല കുടുംബങ്ങളിലും രഹസ്യമായിട്ട് ഈ ഒരു വിശ്വാസം കാത്തോലിക് വിശ്വാസം കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഘർഷം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് മിക്കപ്പോഴും ഷേക്സ്പിയറിൻ്റെ വർക്കിനകത്തെല്ലാം എലിസബത്തൻ സൊസൈറ്റിയിൽ മതപരമായ ഇങ്ങനൊരു ഭിന്നത ഉണ്ടായിരുന്നു, അതിനൊരു ആഴത്തിലുള്ള ഒരു ധാരണ നമുക്ക് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം പല കാര്യങ്ങളും ചില അവസരങ്ങളിൽ ചില വർക്കിലൂടെ അദ്ദേഹം അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ലണ്ടൻ. അതായത് ക്വീൻ എലിസബത്തിൻ്റെ ഭരണസമയത്ത് ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക കേന്ദ്രമായിട്ട് വളർന്നു വന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, ക്വീൻ എലിസബത്ത് ഭരിക്കുന്ന സമയം ഇംഗ്ലണ്ടിൻ്റെ ഗോൾഡൻ ഏജ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ പൊളിറ്റിക്കലാണെങ്കിലും കൾച്ചറലാണെങ്കിലും ഇക്കണോമിക്കായും എല്ലാ രീതിയിലും പുരോഗതി പ്രാപിച്ചൊരു സമയമായിരുന്നു അത്. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് തിയേറ്ററും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആളുകൾക്ക് ഒരു ഡ്രാമ കാണാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ എൻ്റർടൈൻമെൻറ്റോ ഒന്നുമില്ല. പക്ഷേ ക്വീൻ എലിസബത്ത് വന്നതിന് ശേഷമാണ് ഗ്ലോബ്, കേർട്ടൻ അങ്ങനത്തെ തിയേറ്റേഴ്സൊക്കെ വന്നത്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ആളായിരിക്കും, സാമൂഹികമായി എല്ലാവർക്കും ഒരേ പരിഗണന കൊടുത്തിട്ട് അവിടെ വന്ന് കാണാനും അവർക്ക് വിനോദത്തിനുമൊക്കെ അവസരങ്ങൾ ലഭിച്ചത് ക്വീൻ എലിസബത്ത് ഭരിക്കുന്ന സമയത്താണ്. അപ്പോൾ അവിടെ പ്രഭുക്കന്മാർക്ക് മാത്രം അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്നവർക്ക് മാത്രം എന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെയുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു മാറ്റം വില്യം ഷേക്സ്പിയറിനെ പോലെയുള്ള എഴുത്തുകാർക്ക് അത്രയും നല്ല രീതിയിലുള്ള ഒരു വിശാലമായ അവസരമാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പ്രസൻറ്റ് ചെയ്യാനും അത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു അവസരം കൂടി വില്യം ഷേക്സ്പിയറിന് ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ മൊത്തം അന്നത്തെ സമകാലികമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ദേശീയത, അതിനെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായി വന്നു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വർക്കിലൂടെ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ കാണിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുമൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കൂടുതൽ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണെന്ന് പിന്നീട് ഓരോ തലമുറയിലും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാനും കാരണമായിട്ടുണ്ട്. സോ ഈ എലിസബത്ത് ഭരിച്ചിരുന്ന സമയം എന്ന് പറയുന്നത് ലണ്ടനിൽ പൊളിറ്റിക്കലി, കൾച്ചറലി, ഇക്കണോമിക്കലി ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടായിട്ടുള്ള ഒരു സമയമാണ്. ഇത് വില്യം ഷേക്സ്പിയറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് ഹിസ് പ്ലേസ് അഡ്രസ്ഡ് കണ്ടംപററി പൊളിറ്റിക്കൽ കൺസേൺസ്, ക്വസ്റ്റ്യൻസ് ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി ആൻഡ് റിഫ്ലക്റ്റഡ് എ നോഷൻ ദറ്റ് വാസ് ബോത്ത് പ്രൗഡ് ആൻഡ് ആങ്ഷ്യസ് അബൌട്ട് ഇറ്റ്സ് പ്ലേസ് ഇൻ ദി വേൾഡ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിഫ്ലക്ഷൻ ഇൻ ഷേക്സ്പിയർസ് പ്ലേസ്, കിങ്ഷിപ്പ് ആൻഡ് ഹ്യൂമാനിറ്റി. ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ, പ്ലേകളിലൊക്കെ എങ്ങനെയാണ് മാനവികതയും അതുപോലെ രാജകീയമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രാധാന്യം. അതായത് ഷേക്സ്പിയറിൻ്റെ വർക്കിലെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അദ്ദേഹം രാജാക്കന്മാരെ വളരെ അഗാധമായി മനുഷ്യന്മാരായിട്ട് ചിത്രീകരിച്ചു. അതായത് ഇത് ഹ്യൂമാനിസം നമ്മൾ പഠിച്ചില്ലേ, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. അതായത് മാനവികതയ്ക്ക് അല്ലെങ്കിൽ മാനുഷികമായ കാര്യങ്ങൾക്ക് പരിഗണന കൊടുക്കുക. അപ്പോൾ ഇവിടെ രാജാക്കന്മാരാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു അതേ രീതിയിലല്ല ആധിപത്യത്തിൻ്റെ ഒരു ഇതായിട്ടല്ല കാണിക്കുന്നത്, മറിച്ച് ഒരു സാധാരണ മനുഷ്യന്മാരുടെ ഫീലിങ്സൊക്കെ എങ്ങനെയാണോ അതുപോലെ മനുഷ്യന്മാരായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു റിനൈസൻസ് കാലഘട്ടത്തിൻ്റെ നവോത്ഥാന വിശ്വാസ്യത തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ കിങ് ലിയർ, അതായത് ആ ഒരു 3 പെൺമക്കളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് സ്നേഹപ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം അവസാനം വഞ്ചനയിലും ഒരു ഭ്രാന്തിലുമാണ് അവസാനിക്കുന്നത്. അതൊന്ന്. അപ്പോൾ അവിടെ നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യമല്ലേ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ രാജകീയ അധികാരം എന്ന് പറയുന്നത്, രാജകീയ അധികാരം നഷ്ടപ്പെട്ടിട്ടുള്ള ലിയർ രാജാവ്, രാജാക്കന്മാർ പോലും തെറ്റുകളും അതുപോലെ ദുഃഖത്തിനും പാത്രമാവുന്നുണ്ട് എന്ന് അദ്ദേഹം ആ വർക്കിലൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള മാക്ബത്തിൽ ഒരു പ്രഭുവിൻ്റെ അത്യാഗ്രഹം അവനെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാക്ബത്തിൻ്റെ കുറ്റബോധം, അതുപോലെ ഭ്രമങ്ങൾ, ഏതെങ്കിലും ഒരു സംഭവത്തിലൂടെ അമിതമായ ഭ്രമങ്ങൾ, അക്രമാസക്തമായ ഒരു അധികാരത്തിൻ്റെ ഇതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, രാജകീയമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം എടുത്തിട്ട് കുറേ യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ അല്ല, അത് മാത്രമല്ല അദ്ദേഹം വർക്കിലൂടെ കാണിക്കുന്നത്. സാധാരണ മനുഷ്യന്മാരുടെ ഫീലിങ്സും കാര്യങ്ങളുമൊക്കെ ഇദ്ദേഹം ഈ രാജകീയമായ പദവിയിലിരിക്കുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം വർക്കിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ പദവി, അതായത് എത്ര ഉയർന്ന പദവിയാണെങ്കിലും മനുഷ്യൻ്റെ ബലഹീനതയിൽ നിന്ന് അതൊരിക്കലും നമുക്ക് സംരക്ഷണം നൽകുന്നില്ല. അതായത് ഇപ്പോൾ ഒരാൾ ഹൈ പൊസിഷനാണ് ഉള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് സാധാരണ മനുഷ്യന്മാരുടെ ബലഹീനതകളുണ്ടല്ലോ, ഇതേപോലെ സങ്കടങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചിന്തകളാണെങ്കിലും അതിൽ നിന്നും ഒരിക്കലും സംരക്ഷണം നൽകുന്നില്ല എന്ന് അദ്ദേഹം അതിൻ്റെ വർക്കിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കിങ്ഷിപ്പ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി, അതേപോലെ തന്നെ മേഴ്സി ആൻഡ് ജസ്റ്റിസ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലേകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഷേക്സ്പിയർ എക്സ്പ്ലോർഡ് മോറൽ കോംപ്ലെക്സിറ്റി ആൻഡ് ഇഷ്യൂസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് മേഴ്സി ഇൻ ഹിസ് പ്ലേസ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ്, അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ നീതിയും കാരുണ്യവും. അതായത് ഷേക്സ്പിയർ കൂടുതലായിട്ടും ധാർമ്മികമായ സങ്കീർണതകളും അതുപോലെ നീതിയും കാരുണ്യവും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം അതിൻ്റെ വർക്കിലൂടെ കാണിക്കുന്നുണ്ട്. അതായത് കാരുണ്യം, നീതി ഇതൊക്കെ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് അദ്ദേഹം വർക്കിലൂടെ കാണിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ ഫീലിങ്സ്, അതുപോലെ തന്നെ രാജകീയമായ പദവിയിലിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു രീതിയിലും ഒക്കെ എങ്ങനെയാണ് അദ്ദേഹം വർക്കിലൂടെ കാണിക്കുന്നതെന്നല്ല. ഇവിടെ പറയുന്നത് ജസ്റ്റിസ് ആൻഡ് മേഴ്സി, എങ്ങനെ നീതിയും കാരുണ്യവും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്നത്. ഇവിടെ മെർച്ചൻ്റ് ഓഫ് വെനീസിൽ ഷൈലോക്കിൻ്റെ 1 പൗണ്ട് മാംസം എന്ന ആവശ്യം, അതായത് ഇവിടെ ഒരു മണി ലെൻഡറാണ് ഷൈലോക്ക്. അപ്പോൾ ഈ ഷൈലോക്കിൽ നിന്ന് ഒരാൾ പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാനില്ലാത്ത സമയത്ത് ഷൈലോക്ക് ആവശ്യപ്പെടുന്നത് അവരുടെ ശരീരത്തിൽ നിന്നും 1 പൗണ്ട് മാംസമാണ്. അപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം എന്താണ്? ക്വസ്റ്റ്യൻസ് എബൌട്ട് ലോ ആൻഡ് കമ്പാഷൻ. ഇവിടെ നിയമത്തെയും കാരുണ്യത്തെയും കുറിച്ചുള്ള ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇങ്ങനെ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യമില്ലേ, ഇവിടെ നീതിയില്ലേ എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിലൂടെ, ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന വർക്കിലൂടെ കാണിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ കാരുണ്യത്തെ നമുക്ക് മനസ്സിലാവുന്നത് പോർഷ്യസ് സ്പീച്ച് ഓൺ ദി ക്വാളിറ്റി ഓഫ് മേഴ്സി പ്രൈസസ് ഫോർഗീവ്നെസ് അറ്റ് ഷൈലോക്ക് ഈസ് ഓൾസോ ഷോൺ വിത്ത് സിമ്പതി. അപ്പോൾ ഇവിടെ പോർഷ്യയുടെ ഒരു സ്പീച്ച് അതിനകത്ത് വരുന്നുണ്ട്. അതിൽ ദി ക്വാളിറ്റി ഓഫ് മേഴ്സി അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ സ്റ്റോറിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലുള്ളൂ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഇന്ന വർക്കിലാണ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് മാത്രം ഞാൻ പറയുന്നത്. സോ ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് മെഷർ ഫോർ മെഷർ എന്ന് പറയുന്നൊരു ഡ്രാമയിൽ deals with the sexual morality and harsh punishments, exposing hypocrisy and testing ideas of justice. അപ്പോൾ ഈ ഒരു പ്ലേസിലൂടെ എല്ലാം ഷേക്സ്പിയർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എലിസബത്തൻ ഡിബേറ്റ്സ് ഓൺ റിലീജിയൻ, ലോ ആൻഡ് സൊസൈറ്റി. എലിസബത്തൻ കാലഘട്ടത്തിലെ മതം, നിയമം, സമൂഹം ഇതൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം, ഇതിൻ്റെ ആശയങ്ങൾ ഇതൊക്കെ അദ്ദേഹം അതിൻ്റെ വർക്കിലൂടെ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരൊറ്റ ഹെഡിങ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ റിഫ്ലക്ഷൻ ഓഫ് ഷേക്സ്പിയർസ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കിങ്ഷിപ്പ്, ഹ്യൂമാനിറ്റി, ജസ്റ്റിസ് ആൻഡ് മേഴ്സി, എന്നിട്ട് ഇതെന്താണ് എന്നുള്ളത് ഒരു 2 ലൈൻസിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനുശേഷം ഏതൊക്കെ വർക്കിലാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് അത് എഴുതിയാൽ മതി. സ്റ്റോറി അതുപോലെ അതുമായി റിലേറ്റഡ് കംപ്ലീറ്റ് സമ്മറി അറിയില്ലെങ്കിലും ഈ ഒരു വിഷയങ്ങൾ അദ്ദേഹം കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വർക്കിലൂടെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് സെയിം, ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് റിഫ്ലക്ഷൻ ഇൻ ഷേക്സ്പിയർസ് പ്ലേസ്, കോമഡി ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഷേക്സ്പിയർസ് കോമഡീസ് എക്സ്പ്ലോർ സോഷ്യൽ ചേഞ്ച് ആൻഡ് റോൾ റിവേഴ്സൽസ്.
അതായത് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ കൂടുതലായിട്ടും സാമൂഹിക മാറ്റവും വേഷപ്പകർച്ചകളും അങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് 12th നൈറ്റ് എന്ന് പറയുന്ന ഡ്രാമ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് വയോള ഡിസ്ഗൈസസ് ആസ് എ ബ്രദർ ആൻഡ് എൻറ്റേഴ്സ് എ നോബൽ കോർട്ട് ചലഞ്ചിങ് സോഷ്യൽ ആൻഡ് ജെൻഡർ ബൗണ്ടറീസ്. അതായത് വയോള അവളുടെ ബ്രദറിൻ്റെ വേഷം ധരിച്ചിട്ട് നോബൽ കോർട്ടിലേക്ക് ചെന്നിട്ട് അവൾ ചലഞ്ച് ചെയ്യാണ്. അതായത് സോഷ്യൽ ആൻഡ് ജെൻഡർ ബൗണ്ടറീസിന് അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. അതിന് ചലഞ്ച് ചെയ്യുന്ന ഒരു രംഗം നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ദി ഇൻ്റലിജൻസ് ആൻഡ് വർത്ത് ക്യാൻ ഓവർകം ബർത്ത് സ്റ്റാറ്റസ്. അതായത് ഒരു മനുഷ്യൻ്റെ ബുദ്ധി അതുപോലെ തന്നെ കാര്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് അതാണ് സമൂഹത്തിൽ പ്രാധാന്യം, അല്ലാതെ നമ്മുടെ ജെൻഡർ ബർത്ത് സ്റ്റാറ്റസ് അല്ല. അതായത് സ്ത്രീകൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, പുരുഷനക്ക് ഇത്രേ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു രീതി ഉണ്ടല്ലോ, അതിന് പ്രാധാന്യമൊന്നുമില്ല. ഇവിടെ മനസ്സിലാക്കുന്നത് ഇൻ്റലിജൻസ് ആൻഡ് വർത്ത് ക്യാൻ ഓവർകം ബർത്ത് സ്റ്റാറ്റസ് എന്നുള്ളത് ആശയം അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ജനനം കൊണ്ടുള്ള പദവിയേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും യോഗ്യതയുമാണ് പ്രധാനം. അതാണ് അദ്ദേഹം അതിലൂടെ കാണിക്കുന്നത്. നെക്സ്റ്റ് വർക്കാണ് ആസ് യു ലൈക്ക് ഇറ്റ്. ഇവിടെ നമ്മൾ കാണുന്നത് റസാലൻ എന്ന് പറയുന്ന ക്യാരക്ടർ നാടുകടത്തപ്പെട്ട ഒരു അവസ്ഥയിലായി, പക്ഷെ എന്നിട്ടും ജീവിച്ചു, ബന്ധങ്ങളെ അങ്ങനെ സ്വതന്ത്രമായി വിട്ടു. അപ്പോൾ സമൂഹത്തിൽ മുന്നേ തന്നെ കുറേ റൂൾസ് ഉണ്ടാവും അല്ലേ, ഇന്ന ആളുടെ കൂടെ ജീവിക്കുക, ഇന്നതുപോലെ ജീവിക്കുക, അങ്ങനെ പണ്ട് മുതലേ നമുക്ക് സമൂഹത്തിലൊരു സോഷ്യൽ റൂളുണ്ട്. ആ സോഷ്യൽ റൂളിനെയാണ് അവർ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചില കഥാപാത്രങ്ങളെ വേഷപ്പകർച്ചയിലൂടെ, അതായത് ഡിസ്ഗൈസ് ചെയ്തിട്ടും, അതുപോലെ ചില കഥാപാത്രങ്ങളെ സാമൂഹികമായ പഴയകാല സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ആശയങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ റിഫ്ലക്ഷൻ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ. നെക്സ്റ്റ് വൺ, റിഫ്ലക്ഷൻ ഇൻ ഷേക്സ്പിയർസ് പ്ലേസ്, ക്ലാസിക്കൽ അല്യൂഷൻ. പഴയകാല ക്ലാസിക്കൽ ആയിട്ടുള്ള വർക്കുകൾ, അതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെയും അതുപോലെ തന്നെ അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഷേക്സ്പിയർ strengthened his place with classical allusions and humanistic learning. He drew on Ovid, Plutarch and Seneca to enrich plot and character. അതായത് ഷേക്സ്പിയറിൻ്റെ വർക്കിലെല്ലാം ഷേക്സ്പിയറിൻ്റെ വർക്കിൻ്റെയൊക്കെ പ്രാധാന്യം അത്രയധികം നമ്മൾ എടുത്തു പറയാനുള്ള കാരണം മിക്കപ്പോഴും പഴയകാല ക്ലാസിക്കൽ ലിറ്ററേച്ചർ, അതായത് ക്ലാസിക്കലായിട്ടുള്ള വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ എഴുത്തുകാരുടെ ചിന്താഗതികൾ, അതേപോലെ തന്നെ ഹ്യൂമനിസ്റ്റിക് ലേണിംഗ് ഒക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹം അല്യൂഷൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം, അതായത് ഓവിഡിൽ നിന്നാവാം, പ്ലൂട്ടാർക്കിൽ നിന്നാവാം, സെനീക്ക, ഇങ്ങനത്തെ ക്ലാസിക്കൽ റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഉണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ജൂലിയസ് സീസർ. അതിനകത്ത് മാർക്ക് ആൻ്റണി സ്പീച്ച് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ യൂസസ് ക്ലാസിക്കൽ റിട്ടോറിക് ടു ഷോ പൊളിറ്റിക്കൽ പെർസ്യൂഷൻ. ദ നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് ടോളസ് ആൻഡ് ക്രിസീഡ. അതിനകത്ത് ഹോമറിക് ഹീറോസ് ആർ റീഇൻറ്റർപ്രറ്റഡ് ത്രൂ എലിസബത്തൻ ഐഡിയാസ് ഓഫ് ഹോണർ ആൻഡ് ഡിസോർഡർ. Then his blending of ancient text with contemporary drama brought Renaissance humanism to the stage. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലാസിക്കൽ അല്യൂഷൻസ്, പഴയകാല ക്ലാസിക്കൽ വർക്കുകളുടെ സ്വാധീനം ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ എവിടെയാണെന്നുള്ള ചോദ്യം. അപ്പോൾ അതിനകത്ത് ട്രോളസ് ആൻഡ് ക്രിസീഡിൽ ഹോമറിക് ഹീറോസ്, ഹോമറിനെ നമുക്കറിയാം ക്ലാസിക്കൽ റൈറ്ററാണ്. ഹോമറിൻ്റെ മിക്ക ഹീറോസുകളും ഇവിടെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഏതെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഈ പഴയകാല ക്ലാസിക്കൽ വർക്കിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് അദ്ദേഹം ഇവിടെ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുന്നത് ഹിസ് ബ്ലെൻഡിങ് ഓഫ് ആൻഷ്യൻ്റ് ടെക്സ്റ്റ് വിത്ത് കണ്ടംപററി ഡ്രാമ, അതായത് അദ്ദേഹത്തിൻ്റെ ആൻഷ്യൻ്റ് ടെക്സ്റ്റിൽ പഴയകാല വർക്കുകൾ, ക്ലാസിക്കൽ വർക്കുകളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സമകാലിക ഡ്രാമയും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ റിനൈസൻസ് കാലഘട്ടത്തിലെ ഹ്യൂമാനിസം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ പ്ലേസിലെ ക്ലാസിക്കൽ അല്യൂഷൻസ് പറയുമ്പോൾ രണ്ട് എക്സാമ്പിളാണ് ജൂലിയസ് സീസറും ടോളസ് ആൻഡ് ക്രിസീഡ. അപ്പോൾ അദ്ദേഹം ഓവിഡ്, പ്ലൂട്ടാർക്ക്, സെനീക്ക ഇവരിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് എഴുതാറുണ്ട്. ഇദ്ദേഹം ചെയ്യുന്നത് ഈ പഴയകാല റൈറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻക്ലൂഡിങ് ഹോമർ അവരുടെയൊക്കെ വർക്കിലെ ക്യാരക്ടേഴ്സ്, ഹീറോസൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ട് അദ്ദേഹം പറയും. അത് കണ്ടംപററി ഡ്രാമയുമായിട്ട് കണക്ട് ചെയ്യും. അതിൻ്റെ കൂടെ ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് കൂടി അല്ലെങ്കിൽ ചിന്താഗതി കൂടി ആഡ് ചെയ്യണം. ഇതാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വില്യം ഷേക്സ്പിയറെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇതിനകത്ത് ആദ്യത്തെ
ഫിഡൽ സമ്പ്രദായത്തിൻ്റെ തകർച്ചയും അതുപോലെ റിനൈസൻസോടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിടാതെ നിങ്ങൾ പഠിക്കണം. എക്സാമിന് അത് നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. അതുപോലെ ഇനി അടുത്ത് നമ്മൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. He was born in 1564 in Stratford-upon-Avon and he is the most celebrated writer in English literature. അദ്ദേഹം ടോട്ടൽ ഒരു 37 പ്ലേസ് എഴുതിയിട്ടുണ്ട്, 154 സോണറ്റ് എഴുതിയിട്ടുണ്ട്, ആൻഡ് നറേറ്റീവ് പോയംസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മോർ ദാൻ 50 ലാംഗ്വേജസ്. And he is called the Bard or the Bard of Avon and coined hundreds of expressions used in modern English. അതായത് അദ്ദേഹം ബാർഡ് ഓഫ് അവൻ എന്ന പേരിലാണ് അദ്ദേഹം, അതായത് ഗായകൻ എന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ അവൻ അല്ല അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അവൻ എന്ന് പറയുന്നത്. ദ ബാർഡ് എന്ന് പറയുന്നത് ഗായകൻ എന്നാണ് അർത്ഥം. Then he studied Latin and rhetoric and classical authors like Terence, Virgil and Horace. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഒന്നും പോയിട്ടില്ല. പിന്നെ അതിനുശേഷം at 18 he married Anne Hathaway. They had 3 children, Susanna, Hamnet and Judith. And the death of Hamnet at age 11 deeply affected him and influenced the themes of grief in his place. അതായത് ആ ഒരു കുട്ടിയുടെ മരണം അദ്ദേഹത്തിനെ നന്നായി ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം കാണിക്കാറുണ്ട്. അതായത് അതിൻ്റെ റിഫ്ലക്ഷൻ അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് മനസ്സിലാകും, ഡയറക്റ്റ് അല്ല എന്നാലും. ദെൻ നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ലോസ്റ്റ് ഇയേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേഗിൻ്റെ സമയത്താണ് അദ്ദേഹം വിനസ് ആൻഡ് അരോണൈസ് എഴുതുന്നത്, റേപ്പ് ഓഫ് ദ ലൂക്രീഷ്യൻ എഴുതുന്നത്. അതേപോലെ തന്നെ ചാമ്പർലൈൻസ് മെൻ, കിങ്സ് മെൻ, അതൊക്കെ തിയേറ്റേഴ്സ് കമ്പനിയാണ്. അപ്പോൾ അതിനകത്തൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നത്. അതായത് ആ സമയത്ത് എങ്ങനെയായിരുന്നു അറിയോ, ഡ്രാമ പ്രസൻറ്റ് ചെയ്യുമല്ലോ തിയേറ്ററിൽ. ഇപ്പോൾ ഗ്ലോബ് തിയേറ്റർ, കർട്ടൻ തിയേറ്ററൊക്കെ അന്ന് ഉണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫീമെയിൽ ആക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. ഫീമെയിലിൻ്റെ റോള് ചെയ്തിരുന്നത് പുരുഷന്മാർ തന്നെ വേഷം മാറ്റിയിട്ടായിരുന്നു. അപ്പോൾ അന്ന് ആ സമയത്ത് ഒരു തിയേറ്റർ കമ്പനി ഉണ്ടാവും, അതായത് ആക്ടേഴ്സുള്ള ഒരു 6, 7, 8 പേരുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടാവും. അതിനകത്ത് അവർ ഫീമെയിൽ റോളും മെയിൽ റോളും ഒക്കെ അവർ തന്നെ ചെയ്യുക, അത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ചാമ്പർലൈൻസ് മെന്നും കിങ്സ് മെന്നൊക്കെ. അപ്പോൾ അവർ തന്നെ എല്ലാ ഡ്രാമയും അവർ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുക. അതിനകത്ത് ഫീമെയിൽ റോൾ ഉണ്ടെങ്കിലും അവർ തന്നെ ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു ഷെയർ ഹോൾഡർ ആയിരുന്നു ഇദ്ദേഹം. പിന്നെ അതിന് ശേഷം ആണ് ഈ ഗ്ലോബ് തിയേറ്ററും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ കൂടുതലായിട്ടും പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ദെൻ അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാനിവിടെ ഇയറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ, ചില വർക്കുകളൊക്കെ നമ്മൾ ചില ഏജസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ 2, 3, 4 ഒക്കെ ബുക്സ് റെഫർ ചെയ്യുന്ന സമയത്ത് ചിലതിൽ നമ്മൾ നോക്കുന്ന സെയിം കാര്യത്തിൽ ഏജിൽ ഡിഫറൻസ് കാണാറുണ്ട് ഞാൻ. അപ്പോൾ ചില സമയങ്ങളിൽ ചില ബുക്കുകളിലൊക്കെ അത് അതേപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും, നമുക്കതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സെയിം കാര്യം 2 ബുക്കൊക്കെ റെഫർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് കാണാറുണ്ട്. അപ്പോൾ ഇത് മിസ്റ്റേക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഞാൻ എടുക്കുന്ന ലിറ്ററേച്ചറിൻ്റെ എല്ലാതും, അതായത് എല്ലാ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. ചില സമയത്ത്, അതായത് ഒരു പഴയ കാലത്തെ വർക്കുകളൊക്കെ എടുക്കുന്ന സമയത്ത് മിക്കപ്പോഴും പല ടെക്സ്റ്റിലും പല രീതിയിലാണ് ഇയർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി വേറെ സോഴ്സിൽ ചെക്ക് ചെയ്യുക കേട്ടോ. കൂടുതൽ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സോ ഇവിടെ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊരു പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സമയത്തും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. ഓരോ സമയത്തും ഓരോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സമയത്തും എഴുതിയിരിക്കുന്ന വർക്കുകളാണ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്ലാങ്ക് വേഴ്സ്, അതുപോലെ തന്നെ അദ്ദേഹം ഓരോ സമയത്തും എഴുതിയിട്ടുള്ള ഡ്രാമകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പിന്നീട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ ഓരോ സമയം ഓരോ പീരീഡ് കൊടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാം ഓരോ സമയത്തെയാണ് കാണിക്കുന്നത്. അതായത് ആദ്യത്തെ നോർമൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്, അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള വർക്കുകൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊഫൗണ്ട് ട്രാജിക് ഫേസ് പറയുന്നത് അതിനകത്ത് ഡാർക്ക് കോമഡീസ് ആൻഡ് ട്രാജഡീസ്, സൈക്കോളജിക്കൽ ഡെപ്ത്, അതായിരുന്നു മെയിൻ ഒരു തീമുകൾ. അപ്പോൾ അതിനകത്ത് വരുന്ന വർക്കുകളാണിത്. പക്ഷേ അതിനകത്ത് ആ ഒരു സമയത്തുള്ള 4 ഗ്രേറ്റ് ട്രാജഡീസാണ് ഹാംലെറ്റ്, ഒതെല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബെത്ത്, വിച്ച് എക്സ്പ്ലോർ മോർട്ടാലിറ്റി, മാഡ്നസ്, ഈവിൽ ആൻഡ് ഹ്യൂമൻ നേച്ചർ. ദെൻ അത് കഴിഞ്ഞിട്ട് ലേറ്റ് റൊമാൻസസ്, ആ സമയത്ത് വരുന്ന മേജർ വർക്കും മൈനർ വർക്ക്സുകളും, ഇതിനകത്ത് മേജർ വർക്ക്സുകളും മൈനർ വർക്കുകളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. The next പറയുന്നത് എഡ്യൂക്കേഷണൽ വാല്യൂ ആൻഡ് ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസസ്. ഷേക്സ്പിയർ വർക്ക്സ് ഹാവ് ഗ്രേറ്റ് എഡ്യൂക്കേഷണൽ വാല്യൂ ആൻഡ് ദേ ഹെൽപ്പ് ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അതായത് ഒരുപാട് വിദ്യാഭ്യാസ മൂല്യമുള്ള വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെ. ഭാഷയുടെ വികസനത്തിനും അതുപോലെ നമുക്കിങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ചിന്തകൾക്കും അതുപോലെ വൈകാരികമായ കാര്യങ്ങൾക്കും ഒക്കെ വളരെയധികം സഹായകമാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. ദെൻ
അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് റിച്ച് വൊക്കാബുലറി ആൻഡ് യൂണിവേഴ്സൽ തീംസ് ലൈക്ക് ലവ്, ജലസി, പവർ ആൻഡ് മോർട്ടാലിറ്റി ആർ സ്റ്റിൽ റെലവൻറ്റ് ടുഡേ. അതായത് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഒരുപാട് വൊക്കാബുലറി, ഒരുപാട് സമ്പന്നമാണ്, വാക്കുകൾ കൊണ്ട് സമ്പന്നമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സൽ തീംസ്, പ്രണയമാണെങ്കിലും അസൂയ, പവർ, മോർട്ടാലിറ്റി, ഇതൊക്കെ ഇന്നും പ്രസക്തമായ വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേസ് എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭാഷാ നൈപുണ്യം, ആത്മവിശ്വാസം ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള, നമുക്ക് വായനക്കാർക്ക് അങ്ങനെ തോന്നും. അതുപോലെ ഒരുപാട് നൂറ്റാണ്ടുകളായി തന്നെ ഷേക്സ്പിയറിൻ്റെ സ്വാധീനം തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതായത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ, നമുക്ക് നാടകങ്ങളിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, സിനിമയാണെങ്കിലും നോവലാണെങ്കിലും ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയൊക്കെ അതിങ്ങനെ രൂപാന്തരപ്പെട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാലത്തിനും സംസ്കാരത്തിനും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യസത്വങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും ട്രൂത്തുകൾ അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നമ്മളിന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സാഹിത്യമൂല്യം ഉണ്ടാക്കുക എന്നതിലുപരി തന്നെ ഒരു മനുഷ്യൻ്റെ വ്യക്തിഗത വളർച്ചയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മിക്ക വർക്കുകളും. അതുകൊണ്ടാണ് ഇന്നും അതിന് ലോകത്ത് ഇപ്പോഴും ഒരുപാട് പാഠ്യപദ്ധതികളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതായത് എപ്പോഴും പഠിക്കുമ്പോൾ, എപ്പോഴും ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ വില്യം ഷേക്സ്പിയറെ നമ്മൾ ഒഴിവാക്കുന്നില്ലല്ലോ. അതിനകത്ത് വിമർശനാത്മകമായ ചിന്താഗതികൾ, സാംസ്കാരികമായ അവബോധം, അങ്ങനെ ഉള്ള മെയിനായിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നമുക്ക് അത്രയും കൊടുത്തിട്ടുണ്ട്, പ്രാധാന്യം കൊടുത്തിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.